ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്കണോമിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാമ്പത്തിക സ്രോതസ്സ് എന്താണെന്ന് 5ാം ക്ലാസ് നിലവാരത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി 7ാം ക്ലാസ്സിൽ അത് ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ സമ്പൂർണ്ണ എന്ന പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സമ്പൂർണ്ണയിലാണ് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ ഭാഗമായി ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന തൊഴിലുകൾ പട്ടികപ്പെടുത്തിയതിൻ്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. അപ്പോൾ സമ്പൂർണ്ണയിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ജോലി ഒരു ടീച്ചർ രേഖപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. കൃഷിപ്പണിയുള്ള രക്ഷകർത്താക്കൾ, ഹോട്ടൽ ജോലി, അധ്യാപനം, ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ചികിത്സ, ഇങ്ങനെ പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന രക്ഷകർത്താക്കളുണ്ട്. ഈ തൊഴിലുകളെല്ലാം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ തൊഴിലാണെങ്കിൽ വരുമാനം ലഭിക്കുന്ന ഒരു പ്രവൃത്തി ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. സോ വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ തൊഴിലുകൾ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. നമുക്ക് ചുറ്റും ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അതിൽ ചിലതാണ് വ്യവസായം, സേവനം, അധ്യാപനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ പറയപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് നമുക്ക് തരം തിരിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെ നമ്മൾ പ്രാഥമിക മേഖല എന്ന് പറയുന്നു. അപ്പോൾ പ്രകൃതിയുടെ വിഭവങ്ങൾ നമ്മൾ അതേപോലെ എടുക്കുകയാണ്. ഉദാഹരണം കൃഷിയിൽ എന്താ ചെയ്യുക? കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് കാർഷിക മേഖല എന്നും അതിനെ നമ്മൾ വിളിക്കുന്നു. കൃഷിയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം. കൃഷി ചെയ്യുമ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുകയാണ്. അപ്പോൾ കൃഷി അതിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കാർഷിക മേഖല എന്നുകൂടി പറയുന്നു. അപ്പോൾ പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേര് കൂടിയാണ് കാർഷിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അപ്പോൾ പ്രാഥമിക മേഖലയിൽ നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അതേപോലെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നെല്ല്, ഗോതമ്പ് ഇതൊക്കെ നമ്മൾ അതേപോലെ ഉപയോഗിക്കുമ്പോൾ അത് പ്രാഥമിക മേഖല. എന്നാൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അസംസ്കൃത വസ്തുക്കൾ എടുക്കുകയും അതുപയോഗിച്ച് മറ്റൊരു വസ്തു നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ദ്വിതീയ മേഖല എന്ന് പറയുന്നു. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മരങ്ങളുടെ തടികൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിവിധ തരത്തിലുള്ള ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നു അല്ലേ. സോ ഇങ്ങനെ ഫർണിച്ചർ നിർമ്മിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറയും വ്യാവസായിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായ വസ്തു എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആണ് കേട്ടോ. റോ മെറ്റീരിയൽ നമുക്ക് ഒരു വസ്തു ഉപയോഗിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളെയാണ് അസംസ്കൃത വസ്തു എന്ന് പറയാം. ഇപ്പോൾ വ്യവസായത്തിനാണ് ഈ മേഖലയിൽ പ്രധാനം. ഇപ്പോൾ രണ്ടാമത്തതിന് നമുക്ക് വ്യാവസായിക മേഖല എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തത് പ്രാഥമിക മേഖല, കാർഷിക മേഖല എന്നും പറയാം. രണ്ടാമത്തത് ദ്വിതീയ മേഖല, അതിനെ നമുക്ക് വ്യാവസായിക മേഖല എന്നും പറയാം. പ്രാഥമിക ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇനി മൂന്നാമതൊരു മേഖല കൂടിയുണ്ട്, സേവന മേഖല. സേവന മേഖലയിൽ ചെയ്യുന്ന എന്താ? പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും നാം നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളെ അങ്ങോട്ടും ദൂരെ സ്ഥലത്തേക്കൊക്കെ വിതരണം ചെയ്യുന്നത് ദ്വിതീയ മേഖലയല്ല, തൃതീയ മേഖലയാണ്. ഇതിന് നമ്മൾ സേവന മേഖല എന്ന് പറയുന്നു. അപ്പോൾ ഇവയ്ക്ക് പുറമേ സേവന മേഖലയിൽ എന്തൊക്കെയുണ്ട്? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല. അപ്പോൾ ഒന്ന് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. പ്രകൃതിയിലെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വ്യവസായ മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല. ഇനി ഇവകളിൽ പ്രാഥമിക ദ്വിതീയ മേഖലയിൽ നിർമ്മിച്ച വസ്തുക്കളെ അങ്ങോട്ടും
ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന, അതേപോലെ മറ്റ് സേവനങ്ങൾ അടങ്ങിയ മേഖല തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. ഓക്കെ അല്ലേ? അപ്പോൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്ക് നമുക്ക് ഈ 3 മേഖലകളും അത്യാവശ്യമാണ്. ഉദാഹരണം, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായിട്ടുള്ള പരുത്തി കൃഷി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമാണ്. ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ ഈ പരുത്തി കൊണ്ട് തുണി നിർമ്മിക്കുന്നു. സോ അത് വ്യാവസായിക മേഖലയിലെ അസംസ്കൃത വസ്തുവാണ്. ഇനി വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഗതാഗതം വേണം. സോ അവിടെ സേവന മേഖലയും വന്നു. അപ്പോൾ ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ് അല്ലേ? ഗതാഗത, വാർത്താവിനിമയം എല്ലാം തൃതീയ മേഖലയാണ്. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ചിത്രമാണ്. പ്രാഥമിക മേഖലയിൽ ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? പരുത്തി കൃഷി ചെയ്യാണ്. അത് നേരെ വ്യവസായശാലയിലേക്ക് എത്തുന്നു, ദ്വിതീയ മേഖലയിലേക്ക് എത്തുന്നു. അവിടെ ഉൽപ്പന്നം നിർമ്മിച്ചതിന് ശേഷം വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്, കടകളിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ വാഹനം, ഗതാഗതവും വിനിമയവും വിതരണവും എല്ലാം തൃതീയ മേഖലയാണ്. വളരെ സിമ്പിളാണ് അല്ലേ? ഇതേ ഫാക്റ്റുകൾ നമ്മൾ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന ഫാക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടി ഇതേപോലെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാമല്ലോ. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്താം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ തൊഴിലുകൾ ഉൾപ്പെടുമെന്നുള്ള വർഗീകരണം നടത്തിയിട്ടുള്ളത് CSO ആണ്. പൂർണ്ണരൂപം പഠിക്കുക, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ ആ ഒരു വർഗീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് നോക്കാം. പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടും. വനപരിപാലനം അല്ലേ, കാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ മത്സ്യബന്ധനം അല്ലെ, അവിടെയൊക്കെ നമ്മൾ മത്സ്യത്തെ നേരിട്ട് പ്രകൃതിയിൽ നിന്ന് എടുക്കുകയാണ്. ഖനനം, പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ധാതുക്കളോ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നേരിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പ്രാഥമിക മേഖലയാണ്. ഇതിനകത്ത് ഖനനം നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ദെൻ ദ്വിതീയ മേഖല ആകുന്ന സമയത്ത് വ്യവസായം. ദെൻ വൈദ്യുതി ഉൽപാദനം. വൈദ്യുതി നമ്മൾ വെള്ളം, കാറ്റൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. അത് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന വസ്തുവാണ്. ഇപ്പോൾ പ്രകൃതി ഉൽപ്പന്നത്തെ നാം എന്ത് ചെയ്യുന്നു? അസംസ്കൃത വസ്തുവായിട്ട് സ്വീകരിക്കുന്നു. സോ വൈദ്യുതി ഉൽപാദനം ഒരു ദ്വിതീയ മേഖലയാണ്. കെട്ടിടം നിർമ്മിക്കുന്നതും ദ്വിതീയ മേഖലയാണ്. ഇത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. കെട്ടിട നിർമ്മാണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ, മരങ്ങൾ, ഇതൊക്കെയല്ലേ ഉപയോഗിക്കുക. സോ അതൊരു ദ്വിതീയ മേഖലയാണ്. ഇനി തൃതീയ മേഖല, സേവന മേഖലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യാപാരം കേട്ടോ. വ്യവസായം എന്തിലാണ്? ദ്വിതീയ മേഖലയാണ്. വ്യാപാരമാകുമ്പോൾ അത് വിതരണമാണ് വരുന്നത്. വിതരണം ചെയ്യുന്നത് വ്യാപാരം. അപ്പോൾ സേവന മേഖല ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, അതായത് സ്റ്റോർ ചെയ്ത് വെക്കുക, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിൽ വ്യാപാരം പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നോട്ട് ചെയ്യുക. അതും സേവന മേഖല തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ CSOയെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താണ് CSO? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ആരുടെ കീഴിലാണ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ. അപ്പോൾ കേന്ദ്ര ഏജൻസിയാണ്. പ്രധാന ചുമതലകൾ സ്ഥിതി വിവരണ കണക്കുകളുടെ സംയോജനവും വിശകലനം. അപ്പോൾ വിവരങ്ങളെല്ലാം കൂട്ടിയോജിപ്പിക്കുക, അതിനെ വിശകലനം ചെയ്യുക. അങ്ങനെ എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുക. അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുക, ചിട്ടപ്പെടുത്തുക, സംയോജനം, ഇതെല്ലാം CSO ചെയ്യുന്നതാണ്. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ സ്ഥിതി വിവരണ കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന ഏജൻസി ഏതാണെന്ന് ചോദിക്കാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഇത് ഹൈ ലെവൽ ഫാക്റ്റ് ആണ് കേട്ടോ. ഹൈ ലെവൽ ഫാക്റ്റ് ആണ്. ഇതിന് പട്ടികപ്പെടുത്തി ഒന്ന് എഴുതാനൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഞാനത് അതിലേക്ക് കിടക്കുന്നില്ല. ഈ മേഖലകളും തൊഴിൽ ലഭ്യതയും. ഇപ്പോൾ ഓരോ മേഖലയിൽ എത്രമാത്രം തൊഴിലുകൾ ലഭ്യമാണ് നിലവിലെന്ന് നമുക്ക് നോക്കാം. 2011 വരെയുള്ള കണക്കാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. റിവൈസ് ചെയ്ത പാഠപുസ്തകത്തിൽ കുറച്ചുകൂടി റിവൈസ്ഡ് ആയിട്ടുള്ള കണക്കുകൾ തന്നിട്ടുണ്ട്.
നമ്മളത് ചെയ്യും കേട്ടോ. റിവൈസ്ഡ് ആയിട്ടുള്ള 2024 പരിഷ്കരിച്ച പാഠപുസ്തകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. അപ്പോൾ തൊഴിലുകൾ ഒന്നെങ്കിൽ പ്രാഥമികം, അല്ലെങ്കിൽ ദ്വിതീയം, അല്ലെങ്കിൽ തൃതീയമായിരിക്കും. ഇന്ത്യയിൽ പ്രാഥമിക, തൃതീയ, ദ്വിതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകൾ കുറഞ്ഞു വരുന്നു. അത് ഉറപ്പല്ലേ, ചിലത് കൂടുന്ന സമയത്ത് മറ്റു ചിലത് കുറയും. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത നമുക്ക് ഇവിടെ ഒരു പട്ടികയായിട്ട് തന്നിട്ടുണ്ട്. എക്കണോമിക് സർവേ 2012-13 പ്രകാരമുള്ള കണക്കാണ്. പ്രാഥമിക മേഖല 64.9, 56.5, 53.2. അപ്പോൾ എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. ഇനി ദ്വിതീയ മേഖല 14.2, 18.7, 21.5. അപ്പോൾ എന്ത് ചെയ്തു? കൂടി അല്ലേ, കൂടി. ഇനി തൃതീയ മേഖല 20.9, 24.8, 25.3. അപ്പോൾ പ്രാഥമിക മേഖല കുറയുകയും മറ്റു 2 മേഖലകൾ കൂടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ തൊഴിൽ കൂടുന്നത്, കുറയുന്നത്, ഏത് വർഷമാണ് കൂടുന്നത്, കുറയുന്നതൊക്കെ അവിടെ തന്നിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് പ്രാഥമിക മേഖലയിലാണെന്ന് കണ്ടുവല്ലോ. ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനമാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ തൊഴിൽ മേഖല കൂടുതലായിട്ട് നിൽക്കുന്നത് തുടക്കത്തിലൊക്കെ പ്രാഥമിക മേഖലയാണ്. തുടക്കത്തിലല്ല, മൊത്തവും പ്രാഥമിക മേഖലയാണ്. കുറഞ്ഞു വരുന്നു എങ്കിലും 50% കൂടുതലാണ് പ്രാഥമിക മേഖല വരുന്നത് അല്ലേ. പ്രാഥമിക മേഖല, കാരണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള മേഖല പ്രാഥമിക മേഖലയാണ്. ഇത് കുറഞ്ഞു വരികയാണെങ്കിൽ കൂടിയും മറ്റുള്ളതിനെ അപേക്ഷിച്ച്, ഈ 3 അപേക്ഷിച്ച്, ശേഷം വരുന്ന 2 അപേക്ഷിച്ച് ഇത് കൂടുതലാണ് അല്ലേ. ഇവിടെ എല്ലാം 50 മുകളിലോട്ടാണ്. കാരണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. മറ്റു മേഖലകൾ നിലനിൽക്കുന്നത്, തൃതീയ, തൃതീയ മേഖല നിലനിൽക്കുന്നത് പ്രാഥമിക മേഖലയുടെ സപ്പോർട്ട് കൊണ്ടാണ്. ദെൻ ഭക്ഷ്യോൽപാദനം. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പ്രാധാന്യം നൽകിയത് പ്രാഥമിക മേഖലയുടെ വികസനത്തിനാണ്. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഭക്ഷ്യോൽപാദനവും ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പം നമ്മൾ പ്രാഥമിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകിയത് കൊണ്ട് വെറും തൊഴിൽ മാത്രമല്ല, ഭക്ഷണങ്ങളും കൂടുതൽ ഉൽപ്പാദനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 70 മുതൽ 71 108.4%. അത് 2011 മുതൽ 12 ആയപ്പോൾ 257.4%. അപ്പോൾ ഭക്ഷ്യോൽപാദനം കൂടി വരികയാണ് അല്ലേ, കൂടി വരികയാണ്. ഭക്ഷ്യോൽപാദന രംഗത്തെ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഡയഗ്രം സൂചിപ്പിക്കുന്നത്? അത് വളർച്ചയാണ് അല്ലേ, വളർച്ചയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നു എന്ന ഡയഗ്രത്തിൽ വ്യക്തമാണല്ലോ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കാൻ കാരണം എന്താണ്? അപ്പോൾ ഭക്ഷ്യോൽപാദനം ഇപ്പോൾ കൂടുന്നുണ്ട് എങ്കിലും പല സ്ഥലങ്ങളിലും ദാരിദ്ര്യമുണ്ട് അല്ലേ, പട്ടിണിയുണ്ട്. ഇതിൻ്റെ കാരണം വിതരണത്തിലെ അപാകത, എല്ലാവരിലേക്കും വിതരണം എത്തുന്നില്ല. സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്, എല്ലാ ആളുകൾക്കും പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല അല്ലേ. പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ടും സമ്പന്നരെന്നും സമ്പന്നരായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എപ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്? ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യപരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ഈ പ്രസ്താവനകളെല്ലാം പഠിച്ചു വയ്ക്കുക. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ്
ഭക്ഷ്യസുരക്ഷ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാലത്തും നല്ല ഭക്ഷണം കിട്ടുക, അവരുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കിട്ടുക, ഇതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ടുള്ള ഉദ്ദേശം. ദെൻ ദാരിദ്ര്യം. എന്താണ് ദാരിദ്ര്യം? ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും, ഗ്രാമപ്രദേശമാണ് എങ്കിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ കണക്ക് പഠിക്കുക. പ്രദേശങ്ങളുടെ കണക്ക് 2100 കലോറിയാണ്. ഗ്രാമം ആകുന്ന സമയത്ത് അത് 2400 ആകുന്നു. അപ്പോൾ ഇവിടെ കൂടാനുള്ള കാരണം കൂടുതൽ കായികാധ്വാനം ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഗ്രാമപ്രദേശത്തിലെ ആളുകളായതുകൊണ്ടാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളത് ബീഹാറിലാണ്, 53.5. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിൽ 9.5. കേരളത്തിൻ്റെത് 12%. ശതമാന കണക്ക് പഠിച്ചു വെക്കേണ്ട, കാരണം പഴയ കണക്കാണ്. പുതിയ കണക്ക് നമ്മൾ പുതിയ പാഠപുസ്തകം പഠിക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യും. സോ ഇവിടെ പറഞ്ഞില്ലേ ഭക്ഷ്യസുരക്ഷ, ആ നിർവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം, അവരുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നതായിരിക്കണം, പോഷക സമൃദ്ധമായിരിക്കണം, അല്ലേ? ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഈ ടേമൊക്കെ പഠിക്കുക. കൂടുതൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഈ ടേമുകൾ ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സെൽഫ് എഫിഷ്യൻസി ഇൻ ഫുഡ് എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യസുരക്ഷാ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ട ആഹാരം നമുക്ക് തന്നെ നിർമ്മിക്കുക, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക, ഇതിനാണ് ഭക്ഷ്യോൽപാദനത്തിലെ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. ദെൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി, തുടച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ പദ്ധതികൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്, അല്ലേ? അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നമുക്ക് നോക്കാം. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയതും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയതുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതി. അപ്പോൾ സർക്കാർ ഏത് മാർഗം ഉപയോഗിച്ചാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം, ഇപ്പോൾ റേഷൻ കടകളൊക്കെ അതിൻ്റെ ഭാഗമാണ്, അല്ലേ? പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാർ വിവിധ ഇനത്തിലുള്ള വിവിധ ഭക്ഷ്യസുരക്ഷാ മാർഗങ്ങൾ കൈവരിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതികൾ നോക്കാം. പദ്ധതി: അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതെല്ലാം സർക്കാർ പദ്ധതികളാണ്. ഇനി പരിപാടി പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഈ 7 പേരുകളും ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ വിശദീകരണം നമ്മൾ പറയും. അപ്പോൾ സർക്കാർ തലത്തിൽ നടത്തി വരുന്ന ചില പദ്ധതികളുടെയും പരിപാടികളുടെയും ചെറിയൊരു വിവരണമാണ്. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പം ഷഹാരി എന്ന് കാണുമ്പോൾ മനസ്സിലാക്കുക, ഇത് പട്ടണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഷഹർ പട്ടണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. അപ്പോൾ നഗരങ്ങളിലാണ് തൊഴിലില്ലാത്ത ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു പരിപാടിയാണ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? സ്വയം തൊഴിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ദെൻ ഉച്ചഭക്ഷണ പരിപാടി. നമുക്കറിയാം, എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. ദെൻ അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. അന്നപൂർണ വരുന്നത് സ്വയം വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കാണ്. അവർക്ക് എന്ത് കിട്ടുന്നു? മാസം 10 കിലോ അരി സൗജന്യമായിട്ട് കിട്ടുന്നു. എവിടെ നിന്ന് കിട്ടുന്നു? റേഷൻ കടയിലൂടെയാണ് കിട്ടുന്നത്. അപ്പം അന്നപൂർണ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് 65 വയസ്സിന് മുകളിലുള്ള സ്വയം വരുമാനമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ കിട്ടുന്നു. ഇനി അന്ത്യോദയ അന്ന യോജന. ഇത് വെറും അന്നപൂർണയാണ്. ഇത് അന്ന യോജന. അന്ത്യോദയ അന്ന യോജന.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക്, അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ് ഇവിടെ പ്രയോജനം. മാസം 35 കിലോ അരി കൊടുക്കുന്നുണ്ട് 3 രൂപയ്ക്ക്. ആ വില കുറച്ച് വളരെ ചെറിയ വിലയ്ക്കാണ് കൊടുക്കുന്നത്, 3 രൂപയ്ക്ക്. ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്ക് നൽകുന്ന പദ്ധതി അന്ത്യോദയ അന്ന യോജന. അപ്പോൾ ഇത് കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. അന്നപൂർണ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ദെൻ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണ് സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്വയം സഹായ സംഘങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അപ്പോൾ അതിലൂടെ വിവിധ സബ്സിഡിയും ലോണൊക്കെ നൽകിക്കൊണ്ട് ആളുകളെ സഹായിക്കുന്നു. ദെൻ സംയോജിത ശിശു വികസന പരിപാടി. അങ്കണവാടികൾ മുഖേനയാണ് ഇത് നടപ്പിലാക്കുക കേട്ടോ. അങ്കണവാടികൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം. ICDSൻ്റെയൊക്കെ കീഴിൽ വരുന്നതാണ് അല്ലേ. ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്കീം, അത് തന്നെയാണ് ICDS അല്ലെ. ICDS ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, അതിന് കീഴിൽ വരുന്നതാണ്. ഇവിടെ ഗർഭിണികൾക്കും കുട്ടികൾക്കും അമ്മമാർക്കുമാണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, ഗർഭിണികൾക്ക്, അമ്മമാരാണെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്കാണ് ഇതിൻ്റെ പ്രയോജനം. അവർക്ക് എന്താ കൊടുക്കുക? നിശ്ചിത അളവിൽ പോഷകാഹാരം നൽകുന്നു, നല്ല പോഷകാഹാരങ്ങൾ നൽകുന്നു. ദെൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. 100 ദിവസത്തെ, കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പാക്കുന്നത്. ഇതിന് 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 3 പേരെടുക്കുമ്പോൾ അതിലൊന്ന് സ്ത്രീകളായിരിക്കണം. ഓക്കെ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഓരോ പദ്ധതിയും പരിപാടിയും എങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും സഹായിക്കുന്നു എന്ന് കണ്ടെത്തുക. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്ന ആളുകളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനാണ്. അത് കുട്ടികളോട് പറഞ്ഞതാണ്. തൽക്കാലം നമുക്കതിൻ്റെ ആവശ്യമില്ല. ദെൻ കേരളവും പൊതുവിതരണ സമ്പ്രദായവും. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ഏതാണെന്ന് നോക്കാം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അപ്പോൾ കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആരെല്ലാം നിർമ്മിക്കുന്നത്? കേരളമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് അല്ലേ, മറ്റ് നാടുകളിൽ നിന്നാണ് വരുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കുന്നു. ആവശ്യക്കാരിലേക്ക് ന്യായവിലയിൽ അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും എത്തിക്കുന്ന സംവിധാനമാണ് പൊതുവിതരണ സമ്പ്രദായം. ഉപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. പൊതുവിതരണ സമ്പ്രദായം എന്താണ്? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായ ആളുകൾക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റു നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലും ഉള്ളതുമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സമ്പ്രദായം. അപ്പോൾ ഇത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിന് ഉദാഹരണങ്ങൾ കാണാം. മാവേലി സ്റ്റോർ ഉണ്ട്, സപ്ലൈകോ, ലാഭം സപ്ലൈകോ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. സോ അതിൻ്റെ കുറച്ച് പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. അതിവിടെ ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്. കേന്ദ്രം, പൊതുവിതരണ കേന്ദ്രം. അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ എന്നിവ ലഭിക്കുന്നു. ദെൻ ഹോർട്ടികോർപ്പ്, ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹോർട്ടിക്രോപ്പ്, പച്ചക്കറികളൊക്കെ ഉള്ളതാണ് ഹോർട്ടിക്രോപ്പ്, പച്ചക്കറികൾ. ഇനി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. ഇതെല്ലാം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ട്. അപ്പോൾ ഇത് പൊതുവിതരണ കേന്ദ്രമാണ്. നമ്മുടെ സർക്കാർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇവിടെ താരതമ്യേന വില കുറവായിരിക്കും അല്ലേ. ആണ് ത്രിവേണിയുടെയൊക്കെ ഫോട്ടോ ഉണ്ടല്ലോ, ത്രിവേണി, സപ്ലൈകോ, ഇതാണ് ഒഴുകുന്ന ത്രിവേണി അല്ലേ.
വാട്ടർ ബോഡിയിലാണ്, കായലിലാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രദേശത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റേഷൻ കടയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ദെൻ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ഭക്ഷ്യോൽപാദന രംഗം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർഷക പ്രതിസന്ധിയാണ്, സബ്സിഡി വെട്ടിക്കുറച്ചു, കർഷകർ പ്രതിസന്ധിയിൽ. പിന്നെ പ്രകൃതിക്ഷോഭം, കൃഷിഭൂമികൾ വഴിമാറുന്നു, ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ്. അപ്പോൾ കാർഷികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാകുന്നു. അപ്പോൾ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ നല്ലതുപോലെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷ്യസുരക്ഷാ നിയമം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2013 പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കുന്നത്, അംഗീകരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. അപ്പോൾ ഇത് ഒരു നിയമപരമായിട്ടുള്ള കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പോൾ ഇതൊരു നിയമപരമായിട്ടുള്ള അവകാശമാണ് എന്നുള്ളത് ഓർക്കുക. സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയും പൗരൻ്റെ നിയമപരമായിട്ടുള്ള അവകാശവുമാണ്. ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം നമുക്ക് നേരിടുന്ന വെല്ലുവിളിയാണ്. നിലവിൽ അതിങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. വയനാട്ടിലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ്. ദെൻ കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക. കൃഷിഭൂമി കൃഷി ചെയ്യാനല്ലാതെ മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക്, ഇപ്പോൾ ടർഫ് പോലും കൃഷിഭൂമികൾ നിരത്തി ടർഫ് പോലും വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ദെൻ സബ്സിഡി കുറയ്ക്കുക, യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കർഷകരുടെ പണമില്ല, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, ദെൻ വളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നത്. ഇതെല്ലാം നമ്മുടെ കാർഷിക മേഖല നേരിടുന്ന, ഭക്ഷ്യോൽപാദന മേഖല നേരിടുന്ന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂട്ടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മറികടന്നാൽ മാത്രമേ നല്ല നിലയ്ക്ക് ഭക്ഷ്യോൽപാദനം സാധ്യമാവുകയുള്ളൂ. സോ ഒരു കുഞ്ഞു പാഠമാണ്. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞു പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം എന്ന് പറഞ്ഞു. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരം പ്രദാനം ചെയ്യുന്നത് അല്ലേ. കാർഷിക മേഖലയാണ്. പക്ഷേ ആ കാർഷിക മേഖലയുടെ ആ ഒരു അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദെൻ ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കൂടി വരികയും പ്രാഥമിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷതയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാണുന്നത്. ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ഇന്ത്യക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം. ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിലെത്തുവാൻ സഹായകമാകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.